ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ ഏകാന്ത ഭക്തകളായ ഗോപികമാരുടെ മുൻപിൽ അതിസുന്ദരമായ രൂപത്തിൽ സാക്ഷാൽ മന്മഥനായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു പരീക്ഷത്തെ എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തെന്ന രാജർഷിക്ക് വർണ്ണിച്ചു കൊടുക്കണു. കൃഷ്ണാന്വേഷണ കാതരകളായിട്ട് വളരെ നേരം ഭഗവാനെ തന്നെ അന്വേഷിച്ച് തീവ്രമായ ഭക്തിയോഗം കൊണ്ടും ശുദ്ധമായ മനസ്സുകൊണ്ടും ഭഗവത് വിരഹം കൊണ്ടുള്ള ദുഃഖം കൊണ്ടും ഭഗവാനോടുള്ള പ്രാർത്ഥന നിരന്തരമായിട്ട് അവർ ആ ഏകാന്തമായ ഭക്തിയോട് കൂടിയിട്ട് ഏകമായ മനസ്സോട് കൂടിയിട്ട് ഏകാഗ്രമായ ചിന്തയോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ ഉപാസിച്ചപ്പോൾ ആ ഭക്തകളുടെ മനസ്സ് അറിഞ്ഞ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആചാര്യന്മാർ അനുസ്മരിക്കണു, ഭക്തദാസനായ ഭഗവാന് അധിക സമയം ഭക്തന്മാരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം അഹം ഭക്തപരാധീന എന്ന ഭാവത്തിലാണ്. ഇവിടെ പറയുന്ന വാക്ക് സാക്ഷാത് മന്മഥ എന്നാണ്. മനസ്സിനെ മഥിക്കുന്നവൻ മന്മഥനാണ്, കാമദേവനാണ്. ആ കാമദേവന്റെ മനസ്സിനെ പോലും മഥിച്ച രൂപമായിരുന്നു ഭഗവാന്റേത് എന്നാണ്. അപ്പോൾ കാമദേവനെ ജയിച്ച ലീലയാണ് എന്ന് ഈ ഒരൊറ്റ പദം കൊണ്ട് തന്നെ വേദവ്യാസ മഹർഷി വ്യക്തമാക്കുകയാണ്. രാസക്രീഡ എന്ന ഈ രാസപഞ്ചാധ്യായിയിലെ ഈ ഒരൊറ്റ പദം മതി കാമദേവനെ ജയിച്ച ലീലയാണ്, കാമാസക്തിയെ ഇല്ലാതാക്കുന്നതാണ്. ഈ രാസക്രീഡ എന്ന പ്രകരണം ആസ്വദിച്ചാൽ മനസ്സിലെ കാമവാസനകൾ ഇല്ലാതാവും എന്ന് സൂചിപ്പിക്കുന്ന ഒരൊറ്റ പദം സാക്ഷാൽ മന്മഥ. ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ ആർക്കാണ് കൗതുകം തോന്നാത്തത് എന്ന തൻ്റെ മനസ്സിനെ മഥിക്കുന്നതായ ത്രൈലോക്യ വശ്യമനോഹരമായിരിക്കുന്ന ഈ രൂപം കണ്ടപ്പോൾ കാമദേവൻ പോലും പരാജയം സമ്മതിച്ചു. കാമദേവൻ ബോധം കെട്ട് വീണു എന്ന് ആചാര്യന്മാർ അനുസ്മരിക്കുന്നു. ഭഗവത് ദർശനം കൊണ്ട് മന്മഥന്റെ മനസ്സിന് തന്നെ മഥനം, ചാഞ്ചല്യം ഉണ്ടായി. മറ്റുള്ളവരുടെ മനസ്സിനെ മഥിക്കാനുള്ള സാമർഥ്യം നഷ്ടപ്പെട്ടു കാമദേവന്. എല്ലാവരെയും ജയിച്ച താൻ കൃഷ്ണനെയും ജയിക്കാം എന്ന് വിചാരിച്ച് വന്നിട്ട് ആ ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണ പരാജയം സമ്മതിച്ചു. ആചാര്യന്മാർ അനുസ്മരിക്കണു, കാമദേവൻ തീരുമാനിച്ചു അത്രേ ഇനി ഇവിടെ നിന്നിട്ട് ആവശ്യമില്ല, താൻ തീരെ തോറ്റു എന്ന പരമാർത്ഥ ബോധം മന്മഥന് ഉണ്ടായി. അങ്ങനെ മന്മഥന്റെ മനസ്സിനെ മഥിക്കുന്നതായ ലോകോത്തര സൗന്ദര്യ വിഗ്രഹം ഭഗവാൻ ധരിച്ചതുകൊണ്ട് മനസ്സിൽ പ്രാകൃതമായ മന്മഥ വികാരത്തിന് സ്ഥാനമേ ഇല്ല. മന്മഥ എന്ന ഒരൊറ്റ പദം കൊണ്ട് തന്നെ കാമത്തിനെ ജയിച്ച രൂപമാണ് ഭഗവാന്റെ എന്ന് പറയുന്നു. ഇങ്ങനെ രാസക്രീഡയ്ക്ക് തയ്യാറായിട്ട് അതിസുന്ദരമായ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നാരായണീയം 69ാമത്തെ ദശകത്തിൽ 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ അതിസുന്ദരമായ രൂപത്തിനെ ധ്യാനിക്കുന്നതായിട്ട് പട്ടേരിപ്പാട് പറയുന്നുണ്ട്. കേശപാശധൃത പിഞ്ചികാ വിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിത മംഗരാഗഘന സൗരഭം പീതചേലധൃത കാഞ്ചിതമുദഞ്ജദാംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ സർവസൗന്ദര്യ വിഗ്രഹമായിരിക്കുന്ന എത്രയിലൊക്കെ മഹീയസോഭിമഹിതമായിരിക്കുന്ന സൗന്ദര്യോത്തരതോപി സുന്ദരതരമായിരിക്കുന്ന രൂപത്തിനെ പട്ടേരിപ്പാട് വർണ്ണിച്ച് കാണിക്കണു. ഇങ്ങനെ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവത് ദർശനം കൊണ്ട് അവരുടെ മനോവ്യഥ കെട്ടടങ്ങി പരീക്ഷത്തെ അവരുടെ മനോരഥം, പ്രാർത്ഥന എല്ലാം സഫലമായി എന്ന് പറയുന്നു. ഇങ്ങനെ ഏകാന്ത ഭക്തകളായിരിക്കുന്ന ഗോപികമാരുടെ മുൻപിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പീതാംബരം ധരിച്ച് വനമാലയണിഞ്ഞ് പ്രത്യക്ഷമായ ആ രൂപം കാമദേവന് പോലും ലജ്ജ, ജാള്യത ഉണ്ടാക്കുന്നതാണ്. കാമദേവനെ ജയിക്കുകയാണ് രാസക്രീഡയുടെ മുഖ്യ ലക്ഷ്യം
എന്ന് രാസക്രീഡയുടെ പ്രാരംഭത്തിൽ നമ്മൾ അനുസ്മരിച്ച ആ കാര്യം ഇവിടെ സഫലീകരിക്കണം. ആവിരഭൂത് എന്ന പദം കൊണ്ട് ഭഗവാൻ അവിടെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. മറ്റൊരിടത്തുനിന്ന് വരികയല്ല ഉണ്ടായത്, അദ്ദേഹം പോയതുമല്ല ഉണ്ടായത്. ഗോപികമാരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും സമയം ഭഗവാൻ ഗോപികമാരെ പരീക്ഷിക്കാനായിട്ട് അവിടെ തന്നെ അദൃശ്യനായിട്ട് ഇവരുടെ ചേഷ്ടകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് മറഞ്ഞു നിന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ മന്മഥന്റെ മനസ്സിനെ പോലും മഥനം ചെയ്യുന്നതായ ആ അതിസുന്ദരമായ രൂപം. കാമദേവനെ മഥനം ചെയ്തവൻ എന്നാൽ കാമദേവനേക്കാൾ എത്രയോ മടങ്ങ് ജനങ്ങളുടെ മനസ്സിനെ ഇളക്കിമറിക്കാൻ കഴിവുള്ളവൻ, അത്യന്തം കാമാസക്തിയെ ജനിപ്പിക്കുന്നവൻ എന്നൊരർത്ഥം പറയാം. ഇത് ആധിഭൗതികമാണ്, പ്രവൃത്തിപരമാണ്. അതുകൊണ്ട് പൂർവപക്ഷമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. പക്ഷേ ഇത് ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം അസ്വീകാര്യമാണ് എന്ന് പറയുന്നു. മന്മഥൻ കാമദേവനാണല്ലോ. ആ കാമദേവനെ കീഴടക്കിയവൻ അതിലും വലിയ കാമദേവൻ. അപ്പോൾ ആധി ദൈവികാണ്. ദൈവികമായ ശക്തിവിശേഷത്താൽ ജനങ്ങളെ വല്ലാതെ വശീകരിക്കണു. അതും ഇവിടെ അസ്വീകാര്യമാണ്. അപ്പോൾ ആചാര്യന്മാർ പറയണത് ആധിഭൗതികവും ആധിദൈവികവുമായ അർത്ഥങ്ങൾ അസ്വീകാര്യമാണ്. ഇവിടെ കാമദേവനെ ജയിച്ചു. കാമദേവൻ എന്ന് പറഞ്ഞാൽ അനങ്കനാണ്, ശരീരമില്ലാത്തവനാണ്. ശ്രീരുദ്രൻ കാമദേവന്റെ ഭൗതിക ശരീരം ചുട്ട് ചാമ്പലാക്കി പാർവതീദേവിയിൽ തന്നെ ആസക്തനാക്കാൻ ശ്രമിച്ചപ്പോൾ വാമദേവന്റെ തൃക്കണ്ണൽ കാമദേഹം കരിഞ്ഞുപോയി, ബ്രഹ്മാവിന്റെ ശാപം കൊണ്ട് എന്ന് നമുക്കത് പിന്നീട് കാണാം. എന്നാൽ അനങ്കരൂപത്തിൽ ജനങ്ങളുടെ മനസ്സിനെ അഭംഗുരം മഥനം ചെയ്തുകൊണ്ടിരുന്നു കാമദേവൻ. ആ മന്മഥനെ, അനങ്കനായ കാമദേവനെ, അതായത് കാമം എന്ന വികാരത്തിനെ തീരെ നിരാകരിച്ച രൂപമാണിത്. അപ്പോൾ മന്മഥൻ എന്നൊരാള് തീരെ നാമാവശേഷനായി, കഥാവശേഷനായി, മന്മഥന് പ്രസക്തി ഇല്ലാണ്ടായി. കാമം എന്ന അവസ്ഥയ്ക്ക് പ്രസക്തി ഇല്ലാണ്ടായി ഈ പ്രകരണത്തില് എന്ന് സാരം. ഈ രൂപം ദർശിക്കുന്നവരുടെ കാമം എന്ന വികാരം നിരാകരിക്കപ്പെടും. ഈ അർത്ഥമാണ് ആധ്യാത്മികമായിട്ടുള്ളത്, നിവൃത്തിപരമായിട്ടുള്ളത്. ഇങ്ങനെ ഭഗവാന്റെ ഈ രൂപം ദർശിക്കുന്നവരുടെ കാമം എന്ന വികാരം നിരാകരിക്കപ്പെടും എന്ന അർത്ഥം ആധ്യാത്മികവും നിവൃത്തിപരവുമായതുകൊണ്ട് അതാണ് സ്വീകാര്യം എന്നാണ് ആചാര്യന്മാർ പറയുക. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭഗവാന് ശാരീരിക സൗന്ദര്യം ഇല്ല എന്നല്ല. സൗന്ദര്യോത്തരതോപി സുന്ദരതരം സർവസൗന്ദര്യ സംഗ്രഹം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉറവിടമാണ്. ദശമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് സൗന്ദര്യം കേന വർണ്ണ്യതേ. ആ ഭഗവാന്റെ സൗന്ദര്യം എങ്ങനെയാണ് വർണ്ണിക്കാൻ സാധിക്കുക? ആ സൗന്ദര്യത്തിൻ്റെ അത്യന്തം ഉദാത്തമായ ഭാവം തന്നെയാണ് ഇവിടെ. പക്ഷേ ആ രൂപം ദർശിച്ചാൽ കാമാസക്തി അല്ല ഉണ്ടാവണത്. കാമാസക്തി അസ്തമിച്ച് ഉത്തമ ഭക്തിയാണ് എന്നർത്ഥം. കാമദേവന് കീഴടങ്ങിയാൽ കാമം ഉണ്ടാവണു, ഭഗവാന് കീഴടങ്ങിയാൽ ഭക്തി ഉണ്ടാവണു എന്നർത്ഥം. ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാവരെയും ഹാസോ ജനോന്മാദകരീജമായ എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായ അതിസുന്ദരമായ മന്ദഹാസത്തോടു കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഗോപസ്ത്രീകൾ, മായാമോഹിതരായി. ഇങ്ങനെ യോഗമായാമുപാശ്രിത എന്ന പദം കൊണ്ടും ഹാസോ ജനോന്മാദകരീജമായ എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ടും ആ തത്വപ്രകാരവും ഗോപികമാര് ഭഗവാന്റെ ബാഹ്യസൗന്ദര്യത്തിൽ മോഹിതരായി. ഇങ്ങനെ രണ്ട് പ്രകാരത്തിൽ ഭഗവാൻ മായ പ്രയോഗിച്ചു. അല്ലെങ്കിൽ രാസക്രീഡയേ ഉണ്ടാവില്ല എന്നാണ് ആചാര്യന്മാർ പറയണത്. ഇങ്ങനെ ഭഗവാന്റെ രൂപം കേവലം നിർഗുണവും സച്ചിദാനന്ദമയവും ത്രൈലോക്യസുന്ദരവും അതേ സമയത്ത്
ദർശനമാത്രയിൽ തന്നെ സാരൂപ്യമുക്തിയെ നൽകുന്നതുമായിരുന്നു. അത്ര ശ്രേഷ്ഠമായ രൂപമാണ്, അത്ര മനോഹരമായ രൂപമായിരുന്നു, മനസ്സിനെ ഹരിക്കുന്ന രൂപമായിരുന്നു ഭഗവാന്റേത്. അവരുടെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനായ ശ്രീകൃഷ്ണൻ വന്നു ചേർന്നപ്പോൾ അതിലുള്ള സന്തോഷം കൊണ്ട് മരിച്ചുപോയവർക്ക് പ്രാണൻ തിരിച്ചു കിട്ടിയാൽ എങ്ങനെയാണോ അതേപോലെ മൃതസഞ്ജീവനി എന്ന ഔഷധം പാനം ചെയ്തതുപോലെ, നേരത്തെ അവർ പറഞ്ഞു ഭേഷജവും ഭിഷക്കും അവിടുന്ന് തന്നെയാണ് എന്ന്. ഭഗവാന്റെ ആ ദർശനം അവർക്ക് മൃതസഞ്ജീവനിയായി, ഔഷധമായി. ഭഗവാൻ തന്നെയാണ് ഭിഷഗ്വരൻ, ഭഗവാന്റെ ദർശനമാണ് അവിടെ ഭേഷജമായിട്ടുള്ളത്, ഔഷധമായിട്ടുള്ളത്. ഇങ്ങനെ അത്യാനന്ദത്തോടെ അവരെ വിടർന്ന നേത്രങ്ങളോട് കൂടി പ്രാണൻ തിരിച്ചു കിട്ടിയ അവയവങ്ങൾ എന്നോണം എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റു. പിന്നെ ഓരോ ഗോപസ്ത്രീകൾ ഓരോ തരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ ശരീരാവയവങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് പ്രവർത്തനക്ഷമമാകും. ഇതുപോലെ കൃഷ്ണനെ കണ്ടതും എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റു എന്നർത്ഥം, ഓരോരുത്തരായിട്ടല്ല. അതിനുശേഷം ഓരോ ഗോപസ്ത്രീകൾ ഓരോ തരത്തിൽ ഭഗവാനെ അടുത്ത് ഓടിച്ചെന്ന് ഓരോ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. ഒരുപാട് സന്തോഷാധിക്യത്താൽ ഓടിച്ചെന്ന് ഭഗവാന്റെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ചു. മറ്റൊരുവള് ചന്ദനം പൂശിയ ഭഗവാന്റെ തൃക്കരത്തിനെ തൻ്റെ ചുമലിലെടുത്തിട്ടു. വേറൊരുവള കൈകൾ കൊണ്ട് ഭഗവാൻ ചവച്ച വെറ്റിലയുടെ ഉച്ഛിഷ്ടം താമ്പൂലം സ്വീകരിച്ചു. ദുഃഖാർത്ഥയായിട്ടുള്ള വേറൊരു ഗോപിക നിലത്ത് കിടന്ന് ഭഗവാന്റെ ഒരു തൃപ്പാദമെടുത്ത് തൻ്റെ മാറിടത്തിൽ ചേർത്തു. വേറൊരു ഗോപിക പ്രണയഭാരം കൊണ്ട് പുരികക്കൊടികൾ വളച്ചു പിടിച്ച് ചുണ്ടുകടിച്ചുകൊണ്ട് ദഹിപ്പിക്കുന്നത് പോലെ ഭഗവാനെ നോക്കി. വേറൊരുവള് കണ്ണുകൾ ഇമവെട്ടിക്കാതെ ഭഗവാന്റെ മുഖകമലത്തിനെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. എത്ര പാനം ചെയ്തിട്ടും തൃപ്തിയാവാത്തതുപോലെ ഒരവസ്ഥയിൽ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ആദ്യമായിട്ട് കാണുന്നത് പോലെ, കണ്ടിട്ടും മതിയാവാത്തതുപോലെ. വേറൊരുവള് അദ്ദേഹത്തിൻ്റെ രൂപത്തിനെ കണ്ണുകളിലൂടെ ഒരു യോഗിയെപ്പോലെ ഹൃദയത്തിലേക്ക് വലിച്ചെടുത്ത് കണ്ണുകളടച്ച് രോമാഞ്ച കഞ്ചികതയായിട്ട് ആനന്ദ നിർവൃതിയിൽ മുഴുകി നിന്നു പരീക്ഷിത്തെ എന്ന് പറയുന്നു. ഭഗവാനെ ദർശിക്കുക എന്ന അത്യാനന്ദ ഉത്സവത്തിൽ കുളിരഞ്ഞവരായിട്ട് അതേവരെ അനുഭവിച്ച വിരഹതാപം ആ ഗോപസ്ത്രീകൾക്ക് തീരെ നഷ്ടമായി. അവരത് ഉപേക്ഷിച്ചു. ഈശ്വര ദർശനം കൊണ്ട് താപത്രയം ശമിക്കുന്ന ഒരു ജീവാത്മാവിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ ഗോപസ്ത്രീകളെ കാണിക്കണു. സാക്ഷാൽ വിരാട് പുരുഷനായ ഭഗവാൻ മഹദാദി ശക്തികൾ എന്നതുപോലെ, ശക്തികൾ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളാവാം, പ്രകൃതി, പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദതന്മാത്രകൾ തുടങ്ങിയ ശക്തികളെന്നും വ്യാഖ്യാനിക്കാം. ഏതായാലും വിരാട് പുരുഷൻ മഹദാദി ശക്തികളോട് എന്നതുപോലെ അച്യുതനായ സാക്ഷാൽ ഭഗവാൻ വിരഹദുഃഖം ശമിച്ച ആ ഗോപികമാരാൽ പരിവൃതനായിട്ട് നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രനെ പോലെ ശോഭിച്ചു പരീക്ഷിത്തെ. മുഖാംബുജത്തിനെ നേത്രങ്ങളാലാണ് ആ ഗോപികമാര് പാനം ചെയ്തത്. എത്ര നോക്കിയിട്ടും മതിയാവണില്ല. ന കസ്ത്യകുതുകം പുഷ്ണാദി എന്ന് പട്ടേര് പറഞ്ഞുല്ലോ. അതായത് ആചാര്യന്മാർ അനുസ്മരിക്കണു, ശ്രീപാദ സേവയ്ക്ക് അവസരം ലഭിച്ചാൽ ഒരു ഭക്തന് തൃപ്തി വരാത്ത മട്ടാണ് ആ ഗോപികയുടെ അവസ്ഥയുണ്ടായത്. ഭക്തയായ അവള് ഭഗവാന്റെ തൃപ്പാദ സേവയുടെ ഫലം ദർശനത്തിലൂടെ സഫലീകരിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ഗോപികമാര് ഓരോ തരത്തിലുള്ള ചേഷ്ടകളാണ് കാണിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് ഓരോ ജീവാത്മാക്കൾ ഭഗവാന്റെ സന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ തരത്തിലാണ് ഉപാസിക്കണത്. ചിലർ തൊഴും, ചിലർ നമസ്കരിക്കും, ചിലർ പ്രദക്ഷിണം വയ്ക്കും, ചിലർ പുഷ്പങ്ങൾ സമർപ്പിക്കും,
ചിലർ എണ്ണ സമർപ്പിക്കും, ചിലർ കീർത്തനങ്ങൾ ചൊല്ലും, ചിലർ ശയനപ്രദക്ഷിണം നടത്തും. ഇങ്ങനെ ക്ഷേത്രസന്നിധിയിൽ എത്തിയാൽ, ഭഗവാന്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞാൽ ഓരോ ജീവാത്മാവും ഓരോ തരത്തിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്ന് ഇവിടെ ഗോപികമാരുടെ ചേഷ്ടകളിലൂടെ കാണിച്ചു തരുന്നു. ബഹുജനം പലവിധമായതുകൊണ്ട് ഭഗവാന്റെ സന്നിധാനത്തിൽ എത്തുമ്പോൾ ഓരോ ജീവാത്മാവും ഓരോ തരത്തിലാണ്, ഓരോ ചേഷ്ടകളിലൂടെയാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്നർത്ഥം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഗോപികമാരുടെ ഓരോ ചേഷ്ടകളും. ആചാര്യന്മാർ അനുസ്മരിക്കണു, ഈ അനേകം ഗോപികമാരുടെ സംഘത്തിൽ മുഖ്യരായിരിക്കുന്ന 8 ഗോപികമാരുണ്ട് എന്ന് പറയുന്നു. ചന്ദ്രാവലി, ശ്യാമള, ശൈബ്യ, പത്മ, രാധ, ലളിത, വിശാഖ, ഭദ്ര. ഇങ്ങനെ 8 പേരാണ് പ്രധാനപ്പെട്ട ഗോപികമാരുണ്ടായത്. അഷ്ടൈശ്വര്യങ്ങളുടെ പ്രതീകങ്ങളാണ് എന്ന് ചില ആചാര്യന്മാർ വ്യാഖ്യാനിക്കണം. ഈ 8 പേരിൽ ചിലര് സരള സ്വഭാവമുള്ളവരാണ്, ചിലര് വാമസ്വഭാവമുള്ളവരാണ്, അതുപോലെ തന്നെ ഖരസ്വഭാവമുള്ളവര്, മൃദുസ്വഭാവമുള്ളവര്, സ്വാധീനകാന്തത്വം, പരാധീനകാന്തത്വം, ഇങ്ങനെ പലതരത്തിൽ ഉള്ള സ്വഭാവങ്ങളോടുകൂടിയ ഗോപികമാരാണ്. ആ ഗോപികമാരുടെ ചേഷ്ടകളെ കുറിച്ച് പറയണു. ആ ഗോപികമാരിൽ ഒരുത്തി ഭഗവാനെ കണ്ട ഉടനെ തന്നെ നടന്നു കുഴങ്ങിയിരിക്കുന്ന കാന്തനെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജേന തനിക്ക് ആദ്യം സ്പർശന സുഖം അനുഭവിക്കണമെന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് ഭഗവാന്റെ വലത്തെ കൈയിനെ തൻ്റെ 2 കൈകൾക്കുള്ളിൽ ചേർത്ത് പരമസന്തോഷത്തോടെ പിടിച്ചു. ഇവൾ മൃദുസ്വഭാവമുള്ളവളാണ് എന്ന് പറയുന്നു. ആചാര്യന്മാർ അനുസ്മരിക്കണു, രാധാദേവിയോട് സ്പർദ്ധയുള്ളവളാണ് ഇവൾ എന്നാണ്. രാധയ്ക്ക് മാത്രമല്ല, ശ്രീകൃഷ്ണനെ സ്പർശിക്കാൻ തനിക്കുമുണ്ട് അർഹത, തനിക്കുമുണ്ട് ഭാഗ്യം എന്ന സ്പർദ്ധ ഉള്ളിൽ വെച്ച് ഭഗവാനെ കരസ്പർശം ചെയ്തു. അത് ദക്ഷിണ എന്ന പേരുള്ള നായികയാണ് എന്ന് പറയുന്നു. വേറൊരുത്തി ചന്ദനം ധരിച്ച് അലങ്കരിച്ചിരിക്കുന്ന ഭഗവാന്റെ ഇടത്തെ കൈയിനെ പിടിച്ചു വലിച്ച് തൻ്റെ തോളിൽ വെച്ചു. രാധയുടെ സുഹൃത്തായിരുന്ന ശ്യാമള എന്ന ഗോപികയാണ് ഇത്. ഖരസ്വഭാവമുള്ളവളാണ്, ഇവളുടെ പേര് ശ്യാമള എന്നാണെന്ന് പറയുന്നു. ഇങ്ങനെ ചന്ദ്രാവലി, അതുപോലെ ദക്ഷിണ, മൂന്നാമതായിട്ട് ശ്യാമള എന്ന ഗോപികയുടെ കഥ പറഞ്ഞു. ഇനിതാ 4-മത്തെ പറയണു. ഒരു ഗോപിക അത്യന്തം അനുരാഗം കൊണ്ട് പ്രേരിതനായിട്ട് ഭഗവാന്റെ വായിലിരുന്ന ആ താമ്പൂലം എടുത്ത് കൈകൊണ്ട് സ്വീകരിച്ച് അവള് ഭഗവാന്റെ പ്രസാദത്തിനെ സ്വീകരിച്ചു, നിവേദ്യം സ്വീകരിക്കുന്ന ഒരു ഭക്തന്റെ പ്രതീതിയോട് കൂടിയിട്ട്. ഇനിതാ മറ്റൊരു ഗോപിക തൻ്റെ വിരഹദുഃഖത്തിനെ ശമിപ്പിക്കാൻ, വിരഹദുഃഖത്താൽ പരിതപിച്ചിരിക്കുന്ന തൻ്റെ താപശാന്തിയെ ഉദ്ദേശിച്ച് നിലത്ത് കിടന്നുകൊണ്ട് ഭഗവാന്റെ ആ തൃപാദ പങ്കജത്തിനെ തൻ്റെ മാരടത്തിൽ ചേർത്ത് വച്ചു. ചന്ദ്രാവലിയുടെ സഖിയായ പത്മയാണ് ഈ ഗോപിക എന്ന് പറയുന്നു. മറ്റൊരു ഗോപികയുടെ കഥ പറയുന്നു. അസ്ഥാനത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയ വല്ലഭന്റെ പ്രാണപ്രിയന്റെ നേരെയുള്ള പ്രണയപൂർണമായിരിക്കുന്ന കോപത്തിൻ്റെ ആധിക്യം അത് പ്രദർശിപ്പിക്കാൻ കൃത്രിമ കോപത്തിൻ്റെ ആ ഭാവത്തിനെ, തൻ്റെ ഉള്ളിലുള്ള പ്രേമപൂർണമായിരിക്കുന്ന ക്ഷോഭത്തിനെ പുറമേ കാണിക്കാൻ അടയാളമായിട്ട് പുരികക്കൊടികൾ വളച്ചു പിടിച്ചു. അധരത്തിനെ കടിച്ചുകൊണ്ട്, കടക്കണ്ണുകൾ കൊണ്ട്, ആക്ഷേപങ്ങളായ നോട്ടം കൊണ്ട് ഭഗവാനെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കി അത്യന്തം പ്രേമരസം ഉള്ളിൽ നിറഞ്ഞ് അതിൻ്റെ ബഹിസ്ഫുരണമായിട്ട് കൃത്രിമമായ കോപത്തിനെ കാണിക്കണു ഒരു ഗോപിക. എല്ലാവരെയും ഉപേക്ഷിച്ച് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയ, പിന്നീട് ഉപേക്ഷിച്ചതായ രാധാദേവിയാണ് എന്നാണ് ആചാര്യന്മാർ, വ്യാഖ്യാതാക്കൾ പറയണത്. ഈ രാധാദേവിയെ ഭഗവാന്റെ സ്ത്രീരൂപം എന്ന് പറയാം എന്നാണ്. ദേവി കൃഷ്ണമയി പ്രോക്ത രാധിക പരദേവത സർവലക്ഷ്മിമയീ സർവകാന്തി സമ്മോഹിനി വര
എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു എന്നാണ്. ഭഗവാന്റെ ആ പരമപ്രേമസ്വരൂപമാണ്, ഭഗവാന്റെ തന്നെ പെൺവേഷമാണ് രാധാദേവി, ഭഗവാൻ തന്നെയാണ് രാധ എന്നാണ് ആഖ്യാതാക്കൾ പറയണത്. ഭഗവാന്റെ പ്രാണപ്രിയ എന്ന് പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും എല്ലാം പറയണു. ഗോപാലതാപിനി എന്ന് പറയുന്ന ഉപനിഷത്തിൽ ഗാന്ധർവ എന്നാണ് രാധാദേവിക്ക് പേര് കൊടുത്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരുള്ള പരമപ്രേമ നിമിത്തം പിരിഞ്ഞുപോയത് ദുഃഖം അസഹ്യമാണ്, ഭഗവാന്റെ വിരഹതാപം എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് കാണിക്കാനാണ് ഇത്തരം ചേഷ്ടകൾ, ഭഗവാനെ ദഹിപ്പിക്കുന്ന രൂപത്തിൽ കൃത്രിമ ദേഷ്യം, കപടകോപം കാണിച്ചത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അതിസ്നേഹമുള്ളവരുടെ നേരെ ഉപയോഗിക്കുന്ന ബാഹ്യകോപത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹത്തിനെ ഇരട്ടിയായിട്ട് പ്രദർശിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ രാധാദേവി ഭഗവാനോടുള്ള ആ പരമപ്രേമത്തിനെ കൃത്രിമ കോപം കൊണ്ട് കാണിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ രാധാദേവി എന്ന ഗോപികയുടെ പ്രതികരണം പറയുന്നു. ഇനി മറ്റൊരു ഗോപിക നിന്ന ദിക്കിൽ നിന്ന് ഇളകാതെ ഭഗവാന്റെ ആ മനോഹരമായിരിക്കുന്ന മുഖപങ്കജത്തിനെ, ആ സൗന്ദര്യത്തിനെ നിർനിമേഷമായ കണ്ണുകൾ കൊണ്ട് തൻ്റെ കണ്ണുകളാകുന്ന പാത്രങ്ങളിൽ സ്വീകരിച്ചു. ഭഗവാന്റെ അതിസുന്ദരമായിരിക്കുന്ന രൂപത്തിനെ കണ്ണുകളടയ്ക്കാതെ മതിവരാതെ വളരെ നേരം ആസ്വദിച്ചു. എന്നിട്ടും അവൾക്ക് മതിയായില്ല. ദാസ്യഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന സജ്ജനങ്ങൾ ഭഗവത് സേവ എത്ര തന്നെ ചെയ്താലും തൃപ്തിപ്പെടാതെ വീണ്ടും 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 സേവിക്കുന്നത് പോലെ ആ ഗോപിക നോക്കി നിന്നു. നിശ്ചേഷ്ടയായിട്ട്, നിശ്ചലയായിട്ട്, നിർനിമേഷയായിട്ട് അവൾ ഭഗവാനെ നോക്കി നിന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് മതിയാവോളം തൊഴുതോളൂ ഭഗവാനെ എന്ന് നമുക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം നിൽക്കും? നമുക്ക് മതിയാവില്ല. പുറകെ ജനസഹസ്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മാറണത്. അപ്പോൾ ഗുരുവായൂരപ്പനെ ഒരു തവണയോ 2 തവണയോ 3 തവണയോ എത്ര തവണ തൊഴുതാലും നമുക്ക് തൃപ്തി വരാത്തതുപോലെ ഒരു ഭക്തന്റെ, പരമപ്രേമസ്വരൂപനായ ഒരു ഭക്തന് എത്ര തവണ ഭഗവാന്റെ രൂപം കണ്ടാലും മതിയാവില്ല. നിർനിമേഷമായി നിൽക്കുന്ന നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്ക് ഒഴുകുന്ന സച്ചിദാനന്ദാമൃതം എന്ന മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ ഭഗവാന്റെ ആ രൂപം എത്ര ദർശിച്ചാലും ഒരു ഉത്തമ ഭക്തന് മതിയാവില്ല എന്ന് പറയുന്നത് പോലെ ആ ഗോപിക വളരെ സമയം ഭഗവാനെ തന്നെ നിർനിമേഷയായി നോക്കി നിന്നു പരീക്ഷിത്തെ എന്ന് പറയുന്നു ശ്രീ ശുകബ്രഹ്മർഷി. എത്ര നേരം നോക്കിയാലും മതിയെന്ന് തോന്നാത്തത്ര സൗന്ദര്യം ഭഗവാന്റെ മുഖത്തു നിന്ന് പ്രസരിക്കണു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഭഗവത് സേവാധർമ്മത്തിൽ നിരതരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് എത്ര സേവിച്ചാലും, എത്ര തവണ ഭാഗവതം വായിച്ചാലും, എത്ര തവണ ഭാഗവതം കേട്ടാലും മതിയാവില്ല. അതുകൊണ്ടാണ് എവിടെ സപ്താഹമുണ്ടെങ്കിലും നമ്മൾ കേൾക്കാൻ പോണത്, എവിടെ സത്സംഗമുണ്ടെങ്കിലും കേൾക്കാൻ പോണത്, എവിടെ ഭഗവാന്റെ കഥകൾ പറയുമ്പോഴും നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ദിനേ ദിനേ നവം നവം. ഭഗവാന്റെ കഥകൾ മാത്രം നിത്യനൂതനങ്ങളാണ്. നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നമ്മൾ മനസ്സിലാവണു. ഗുരുവായൂർ പോയിട്ട് എത്ര സമയം, എത്ര തവണ തൊഴുതാലും നമുക്ക് മതിയാവണില്ല. ഭാഗവതം എത്ര കേട്ടാലും നമുക്ക് മതിയാവണില്ല. എത്ര സപ്താഹങ്ങൾ നമ്മൾ കേട്ടാലും നമുക്ക് മതിയാവണില്ല എന്ന് നമ്മൾ തന്നെ അനുഭവസ്ഥരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ ഭഗവാനെ നേരിട്ട് കണ്ട ആ ഗോപികമാരുടെ മനോവികാരം എന്താണ് എന്നുള്ളത് നമ്മുടെ ചിന്താശക്തിക്കും അതീതമാണ് എന്നർത്ഥം. ഇങ്ങനെ ഭഗവാനെ നിർനിമേഷയായിട്ട് നോക്കി നിന്നിട്ടും മതിയാവാത്ത കണ്ണുകളോട് നോക്കിയുന്നത് രാധയുടെ സഖിയായ ലളിതയാണ് എന്ന് പറയുന്നു. കാരണം ഭഗവാൻ എങ്ങനെയാലും തൻ്റെ അടുത്ത് വരും, തന്നെ ആലിംഗന സ്പർശനാദികൾ കൊണ്ട് തന്നെ സന്തോഷിപ്പിക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ള, ഭഗവാനിൽ അത്രയും ദൃഢഭക്തിയുള്ള
ആ ഭക്തന്റെ ഭാവമാണ്. നമേ ഭക്ത പ്രണശ്യതി എന്ന വാക്യമുള്ള ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വരും, തന്നെ അനുഗ്രഹിക്കും, തന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ന സ്ഖലേൽ ന പതേത് ഇഹ എന്ന ഏകാദശ സ്കന്ധത്തിൽ പറയുന്ന ആ ജീവാത്മാവിൻ്റെ ദൃഢഭക്തിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഗോപികയുടെ ചേഷ്ടയിലൂടെ എന്ന് ആചാര്യന്മാർ അനുസ്മരിക്കണു. ഇനി മറ്റൊരു ഗോപികയുടെ പറയണു. ഒരു ഗോപിക കണ്ണുകളിൽ കൂടി ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ പ്രവേശിപ്പിച്ച ശേഷം കണ്ണുകളടച്ച് ഒരു യോഗിയുടെ ഹൃദയത്തിൽ എന്നതുപോലെ ഏകാഗ്രമായ ചിന്തകൾ കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു. തൻ്റെ ഹൃദയപത്മമാകുന്ന ശ്രീകോവിലിനകത്ത് അഷ്ടബന്ധം ഇട്ട് ഭഗവാന്റെ രൂപത്തിനെ പ്രതിഷ്ഠിച്ചതുപോലെ സഞ്ചിന്തയൽ ഭഗവതശ്ചരണാരവിന്ദം എന്ന കാപിലത്തിൽ ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തതുപോലെയുള്ള രൂപത്തിനെ നേത്രദ്വാരങ്ങളിലൂടെ ആകിരണം ചെയ്ത് മനസ്സാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. ആ ഭഗവാനെ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ പ്രതിഫലനമായിട്ട് ശീതബാഷ്പവിസരയ്യ ആനന്ദമൂർച്ഛോദ്ഭവയ്യ എന്ന രീതിയിൽ മാനസപൂജ കൊണ്ട് മനസ്സുകൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്തതിൻ്റെ ഫലമായിട്ട് സങ്കല്പം മാത്രയിലുള്ള ആലിംഗനം കൊണ്ട് മാനസപൂജ കൊണ്ട് ദേഹത്തിൽ രോമാഞ്ചമുണ്ടായി. പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങിയവളായിട്ട് നിന്നു. രാധാദേവിയുടെ സഖിയായ വിശാഖ എന്ന പേരുള്ള തോഴിയാണ് ഈ ഗോപിക എന്ന് പറയുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട ഗോപികമാരുടെ ചേഷ്ടകൾ വേദവ്യാസ മഹർഷി ഇവിടെ കാണിച്ചു തരുന്നു. ഇപ്രകാരം ഭഗവാന്റെ ദർശനം കൊണ്ട് അത്യാനന്ദകളായി തീർന്ന ഗോപികമാര് ഓരോരോ ചേഷ്ടകൾ കാണിച്ചു പരീക്ഷത്തെ. ബ്രഹ്മാദിദേവന്മാർക്ക് കൂടി ആനന്ദപ്രദമായിരിക്കുന്ന ഭഗവാന്റെ ആ അതിമനോഹരമായ ദർശനം അതുകൊണ്ട് അനുഭൂതമായിരിക്കുന്ന പരമാനന്ദത്താൽ ഗോപികമാരെല്ലാം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി. ഭഗവാന്റെ വിരഹത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ ദുഃഖങ്ങൾ മുഴുവൻ അവരുപേക്ഷിച്ചു. താപത്രയങ്ങളാൽ വെന്തുരുകുന്നതായ സാധാരണ ജനങ്ങള് സുഷുപ്തിയില് പരമാത്മ സാന്നിധ്യ നിമിത്തം ആനന്ദഭരിതരായിട്ട് ഭവിക്കണത് പോലെ എന്നാണ്. ഗാഠമായ ഉറക്കത്തിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ആനന്ദലബ്ധിയിൽ സുഷുപ്തിയിൽ സകല ഇന്ദ്രിയങ്ങൾ അടങ്ങുന്ന അവസ്ഥയാണ് ജീവാത്മാവിന്റെ സുഷുപ്തി. അവിടെ സുഖമില്ല, ദുഃഖമില്ല, ദ്വന്ദ്വാതീതമായിട്ടുള്ള അവസ്ഥ, ആനന്ദമാണ് സുഷുപ്തിയിലെ അവസ്ഥ. പക്ഷേ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദം അജ്ഞാന നിമിത്തമുള്ള ആവരണം കൊണ്ട് ജനങ്ങൾ അറിയണില്ല. ഒരു ജീവാത്മാവ് സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദത്തിനെ മനസ്സിലാക്കാൻ സാധിക്കണില്ല അജ്ഞാനം എന്ന ആവരണം കൊണ്ട്. പക്ഷേ ഈ ഗോപികമാരിപ്പ് അനുഭവിച്ച ആനന്ദ അനുഭവം അങ്ങനെയല്ല എന്ന് പറയുന്നു. സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദം പോലെയല്ല അത്. സുഷുപ്തിയിൽ അനുഭവിക്കുന്ന ആനന്ദത്തിനെ ജീവാത്മാവ് അറിയണില്ല. എന്നാൽ ഈ ഗോപികമാര് അവരനുഭവിക്കുന്ന ആനന്ദത്തിനെ ഇപ്പോൾ ശരിക്ക് ആസ്വദിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സാധാരണ ജനങ്ങള് പ്രാജ്ഞനായ ഈശ്വരന്റെ സാക്ഷാത്കാര നിമിത്തം സകല ദുഃഖങ്ങളെയും ഉപേക്ഷിച്ച് ആനന്ദത്തിൽ മുഴുകുന്നത് പോലെ എന്ന് വേണമെങ്കിലും പറയാം. ഇനി അതുമല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയെ പ്രാപിച്ച് സാധാരണ ജനങ്ങള് ആ മഹാത്മാവിൻ്റെ കാരുണ്യം കൊണ്ട് അജ്ഞാനത്തിൽ നിന്ന് കരകയറിയിട്ട് ജ്ഞാനത്തിനെ പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്ക് ഒരു ഗുരു നയിക്കുമ്പോൾ ആ അറിവ് കിട്ടിയവന്, ജ്ഞാനം കിട്ടിയവന് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആനന്ദം. അതുവരെ ഉണ്ടായിരുന്ന മോഹം നിമിത്തം അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്ന് ആധ്യാത്മിക ജ്ഞാനം ലഭിക്കുമ്പോൾ പരമാനന്ദം അനുഭവിക്കുന്നത് പോലെ എന്ന് പറയാം. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ആ ഗോപികമാര് അനുഭവിച്ചതായ ആനന്ദത്തിന്. ഇങ്ങനെ ഒരു മഹാത്മാവിനെ, ബ്രഹ്മജ്ഞാനിയെ
ഒരു ഗുരുനാഥനെ സമീപിക്കുമ്പോൾ ആ ഗുരുനാഥൻ്റെ ഉപദേശം കൊണ്ട്, സാമീപ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഒരുവന് അജ്ഞാന അന്ധകാരം തീർന്ന് ജ്ഞാനപ്രകാശം വരുമ്പോൾ സച്ചിദാനന്ദ അനുഭവം ഉണ്ടാവുന്നതുപോലെ ആ ഗോപികമാര് അത്യാനന്ദത്തിലേക്ക് മുഴുകി ആനന്ദസാഗരത്തിൽ നിമഗ്നരായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജീവാത്മാവിൻ്റെ സുഷുപ്തിയിൽ മറ്റ് ഭാവങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു സുഖരൂപത്തിൻ്റെ ആത്മാനുഭൂതി ജീവാത്മാവിന് കിട്ടുന്നത് പോലെ ഭഗവാന്റെ സംഗമം കൊണ്ട്, ഭഗവാന്റെ ദർശനം കൊണ്ട് ഗോപികമാർക്ക് പരമാനന്ദം ലഭിച്ചു. എന്താണ് പ്രാജ്ഞം പ്രാപ്യ യഥാജനാ? പ്രാജ്ഞം പ്രാപ്യ, മഹാജ്ഞാനിയായ ഒരുത്തനെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുനാഥന്റെ സാന്ത്വന വാക്കുകളാൽ, ഉപദേശങ്ങളാൽ, അനുഗ്രഹത്താൽ, വിശിഷ്ടമായ സുഭാഷിതങ്ങളാൽ അജ്ഞാനത്തിൽ മുങ്ങിയ ജനങ്ങൾ ജ്ഞാനികളായിത്തീരുന്ന പരമാനന്ദം അനുഭവിക്കുന്നത് പോലെ. അപ്പൊ ഇവിടെ അഖിലഗുരുവായിട്ടുള്ള ഭഗവാൻ അജ്ഞാനികളായ ജീവാത്മാക്കളെ ജ്ഞാനത്തിൻ്റെ പരമശ്രേയസ്സിലേക്ക് എത്തിച്ചു എന്ന് വ്യാഖ്യാനിച്ചാലും തെറ്റില്ല എന്നാണ് ആചാര്യന്മാർ പറയണത്. ഇങ്ങനെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്തുഷ്ടകളായ ഗോപികമകളാൽ ചുറ്റപ്പെട്ട് അതിസുന്ദരനായിട്ട് പ്രകാശിച്ചു. ഇതിനെ ഉപമിക്കുന്നത് ഭാഗവതം വേദവ്യാസ മഹർഷി പറയണു, സത്വാദി ഗുണങ്ങളാൽ ആവൃതനായിരിക്കുന്ന പുരുഷനെ എന്നതുപോലെ, അല്ലെങ്കിൽ ഈശ്വരനെ ഉപാസിക്കുന്ന ഭക്തൻ ജ്ഞാനവീര്യാദികളായ ശക്തികൾ കൊണ്ടെന്നതുപോലെ ഭഗവാൻ അവിടെ ശോഭിച്ചു. അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രനെ എന്നതുപോലെ. ഇപ്പോൾ ഭഗവാൻ എന്ന പരമാത്മാവ് ഉപാധിരഹിതനാണ്, നിത്യാനന്ദ സ്വരൂപനാണ്. എങ്കിലും സത്വാദി ഗുണങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സിദ്ധിക്കുന്ന ഉപാധികൾ കൂടുമ്പോൾ പ്രപഞ്ചസ്വരൂപനായിട്ട്, സർവർക്കും പ്രത്യക്ഷ സ്വരൂപനായിട്ട്, പരിപൂർണനായിട്ട് വിളങ്ങുന്നു. അതായത് നിഷ്കളനായ ഭഗവാൻ സകളനായി തീരണു. നിർഗുണനായ ഭഗവാൻ ഗുണങ്ങളെ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ഉപാസിക്കാൻ തരത്തിലുള്ള രൂപങ്ങളോടുകൂടിയ പുരുഷനായിട്ട് മാറണു. അരൂപായ ഒരു രൂപായ എന്ന് ഗജേന്ദ്രന്റെ സ്തുതിയിൽ പറഞ്ഞ അതേ തത്വം തന്നെ. അനുഗ്രഹായ ഭക്താനാം സ്വേച്ഛയാ ഗൃഹതേതനും എന്ന് ഭാഗവതം പറയണത് പോലെ ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന എന്ന് ശ്രീരാമപൂർവതാപന്യുപനിഷത്ത് പറയണത് പോലെ നിർഗുണനായിരിക്കുന്ന, നിരാകാരനായിരിക്കുന്ന ഭഗവാൻ സത്വാദി ഗുണങ്ങളെ സ്വീകരിച്ച് സഗുണനായിട്ട് ജനങ്ങളെ അനുഗ്രഹിക്കാനുള്ള രൂപത്തിനെ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ സകല ചരാചരങ്ങളെയും ഒരേ സമയത്ത് ആനന്ദിപ്പിക്കാൻ സമർത്ഥനായിരിക്കുന്ന ഭഗവാൻ ആ യമുനാ തീരത്ത് ഗോപസ്ത്രീകളോടൊരുമിച്ച് ഇരുന്നു. പൂർവാധികമായിട്ട് അദ്ദേഹം പ്രകാശിച്ചു നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രനെ പോലെ. ആ സ്ഥലം ഭഗവാനും ഗോപികമാർക്കും വേണ്ടിയിട്ട് പ്രകൃതി തന്നെ അണിയിച്ചൊരുക്കി എന്ന് പറയുന്നു. ഭഗവാന്റെ രാസക്രീഡയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതി ദേവി തന്നെ തയ്യാറാക്കി ഭഗവാന് വേണ്ട വിശാലമായിട്ടുള്ള പള്ളിയറ. അതിമനോഹരമായ പൂക്കളുടെ സൗരഭ്യം നിറഞ്ഞിരിക്കുന്ന വായു, മനോഹരമായി പ്രകാശിക്കുന്ന പൂനിലാവ്, 110 കോടി ഗോപികമാരെ ഒരേ സമയത്ത് ആനന്ദിപ്പിക്കാൻ സാധിക്കുന്നതായ വിശാലമായ മണൽത്തിട്ട. ഇങ്ങനെ ആ മഹാപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ ദാസിയായ പ്രകൃതി ആ ഭഗവാനെ സംയോജിതമായിട്ട് സേവിക്കാൻ വേണ്ടതായ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി എന്ന് പറയുന്നു. ഇങ്ങനെ ഗോപികമാരാൽ പരിവൃതനായിട്ട് ഓരോ തരത്തിൽ തന്നെ ഉപാസിക്കുന്ന ആ ഗോപികമാരെ നയിച്ചുകൊണ്ട് ഭഗവാൻ ആ യമുനാ തീരത്തിലേക്ക്
എത്തി. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭഗവത് ദർശനം കൊണ്ട് മനോവ്യഥ കെട്ടടങ്ങി മനോരഥ സഫലമായിരിക്കുന്ന ആ ഗോപികമാര് ആനന്ദലബ്ധിയിലേക്ക് കടന്നു. അതെങ്ങനെയാണ് എന്ന് ഭാഗവതം പറയണു. വേദങ്ങൾ കർമ്മകാണ്ഡത്തിൽ നിന്ന് ജ്ഞാനകാണ്ഡത്തിലേക്ക് കടക്കുന്നത് പോലെ എന്നാണെന്നാ പറയണത്. ഇവിടെ ശ്രുതയോ യഥ എന്ന് ആധ്യാത്മികമായ തത്വമാണ് പറയണത്. ഗോപികമാര് വേദങ്ങളാണ് എന്നാണല്ലോ ആദ്യമേ നമ്മൾ പറഞ്ഞത്. വേദങ്ങളും ഋഷിമാരും എല്ലാം രൂപം മൂർത്തിമദ്ഭാവമായിട്ട് വന്നിരിക്കുന്നു. കർമ്മകാണ്ഡം യജ്ഞാധിഷ്ഠിതമാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകാത്തതുമാണ്. എന്നാൽ ജ്ഞാനകാണ്ഡത്തിൽ ഈശ്വര ദർശനത്താൽ ജീവിത ലക്ഷ്യം പൂർണ്ണമാവുകയാണ്. ഇങ്ങനെ ജീവന്മാർക്ക് ഭഗവത് ദർശനം കൊണ്ട് ജന്മസാഫല്യം കിട്ടി എന്നതാണ് ശ്രുതയോ യഥ എന്നത്. വേദങ്ങൾ കർമ്മകാണ്ഡത്തിൽ നിന്ന് ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഭഗവത് ദർശനത്താൽ ഗോപികമാര് അത്യാനന്ദത്തിലേക്ക് എത്തി. ഭഗവത് ദർശനം എന്ന് പറയുന്നത് ജ്ഞാനകാണ്ഡം, അവിടെ മണൽത്തിട്ടയിൽ നടന്നത് കർമ്മകാണ്ഡം. കർമ്മകാണ്ഡത്തിൽ നിന്ന് ജ്ഞാനകാണ്ഡത്തിലേക്ക് വേദങ്ങൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴി തെളിഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ ആ ഗോപികമാര് അവരാഗ്രഹങ്ങൾ മുഴുവനും സാധിച്ച കൃതാർത്ഥകളായിട്ട് ഭവിച്ചു. കർമ്മകാണ്ഡത്തില് ബഹുവിധങ്ങളായ കർമ്മങ്ങൾ പ്രതിപാദിച്ചു എങ്കിലും അവ അനുഷ്ഠിച്ച് ലഭിക്കുന്ന ഫലങ്ങൾ കൊണ്ട് ജീവകോടികൾ അസന്തുഷ്ടരാണ്. ഇത് കണ്ടപ്പോ ഭഗവാൻ തന്നെ ജ്ഞാനകാണ്ഡത്തില് പരമേശ്വര സ്വരൂപം പ്രതിപാദിച്ചു കൊടുത്തു വേദവ്യാസ മഹർഷിയുടെ രൂപത്തിൽ. ഇങ്ങനെ ജ്ഞാനകാണ്ഡത്തിനെ അനുഷ്ഠിച്ച ജീവന്മാര് ഈശ്വര സാക്ഷാത്കാരം നിമിത്തം പരമസന്തുഷ്ടരായിട്ട് ഭവിച്ചപ്പോ ശ്രുതിദേവതകള് കൃതാർത്ഥകളായി. ഫലാഭിസന്ധിയോടുകൂടിയ കർമ്മങ്ങൾ ചെയ്യാൻ ഉപദേശിച്ച ശ്രുതികൾ അസന്തുഷ്ടകളും അപൂർണകളുമാണ്. അവർ ഫലാഭിസന്ധി ഉപേക്ഷിച്ച് ഭഗവത് സ്വരൂപാനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്ന ഭക്തിയെയും ജ്ഞാനത്തിനെയും പ്രതിപാദിച്ചു. അങ്ങനെ ശ്രുതികൾ സന്തുഷ്ടകളും പൂർണ്ണകളുമായിട്ട് മാറി. അപ്പൊ ഇവിടെ ശ്രുതയോ യഥ എന്നുള്ളതിൻ്റെ സമാധി ഭാഷ ഫലേച്ഛയോടുകൂടിയ കർമ്മങ്ങൾ ചെയ്യാൻ ഉപദേശിച്ച ശ്രുതികൾ, വേദവാക്യങ്ങൾ അപൂർണങ്ങളാണ്. എന്നാൽ ഭക്തിയെയും ജ്ഞാനത്തിനെയും പ്രതിപാദിച്ച ശ്രുതിവാക്യങ്ങൾ പൂർണ്ണങ്ങളാണ്, ശ്രേഷ്ഠങ്ങളാണ് എന്നർത്ഥം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപത്തിനെ കാണുന്നത് വരെ, ആത്മസ്വരൂപത്തിനെ അറിയുന്നത് വരെ പല ഭോഗവിഷയങ്ങളെയും ആഗ്രഹിക്കും. ആർക്കാണോ ആഗ്രഹമുള്ളത് അവർ ആത്മാനന്ദം അനുഭവിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ആത്മാനന്ദം എന്ന് പറഞ്ഞാൽ നിസ്സംഗരായിട്ട് ശാന്തഭാവത്തില് ദ്വന്ദ്വാതീതരായിട്ട് ഇരിക്കുന്നവരാണ് എന്നർത്ഥം. എപ്പോഴാണോ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നത്, എപ്പോഴാണോ ആത്മാനന്ദാനുഭൂതി ഉണ്ടാവണത്, അപ്പോൾ എല്ലാവിധ ആശകളും അസ്തമിക്കുകയാണ്. സ്വസ്വരൂപാനുസന്ധാനം, ഞാൻ ആര് എന്ന ആത്മസ്വരൂപത്തിനെ അറിയുന്നവൻ സ്വരൂപാനന്ദത്താൽ പൂർണ്ണകാമനായിരിക്കുന്നവൻ പിന്നെ യാതൊന്നിനെയും ആഗ്രഹിക്കണില്ല. ഇതുപോലെ ഭഗവാനെ കാണാതിരുന്നപ്പോ വിഷയസുഖത്തിന് ആഗ്രഹിച്ച ഗോപിമാര് ഭഗവാനെ കണ്ട ഉടനെ അവരുടെ മനോരഥങ്ങൾ സാധിച്ചു എങ്കിലും പരമാനന്ദദായകനായിരിക്കുന്ന ഭഗവാനെ സേവിക്കുകയാണുണ്ടായത്. ഇവിടെ ഗോപികമാര് കൃഷ്ണദർശനം കൊണ്ട് ആനന്ദപരിപ്ലുതരായി എന്ന് ഒറ്റ വാക്യത്തിൽ പറയാം. ദുഃഖം കൊണ്ട് ദഹിച്ചതായ ജീവരാശികളെ ആനന്ദിപ്പിച്ച ഭഗവാനെ ജീവകോടികള് സേവിക്കേണ്ടത്, ഉപാസിക്കേണ്ടത്, ഭജിക്കേണ്ടത് ജീവന്മാരുടെ ധർമ്മമാണ്.
അതുപോലെ അവരുടെ താപത്രയങ്ങളെ തീർത്ത ആനന്ദസ്വരൂപനെ ഗോപിമാര് ഉപചരിച്ചു എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. അപ്പൊ ഇവിടെ ഗോപികമാര് അവരുടെ ഉത്തരീയം വിരിച്ച് ഭഗവാൻ ഇരിക്കാനുള്ള മണൽത്തിട്ടയില് വേണ്ട സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുമുക്ഷുവായിരിക്കുന്ന ജീവാത്മാക്കൾ ഭഗവാനെ വേണ്ട വിധം ഉപാസിച്ചു, ഭജിച്ചു, പൂജിച്ചു എന്നാണ്. ഇവിടെ ഗോപികമാരെന്ന് പറയുന്നത് ശ്രുതിദേവതകളുടെ അവതാരാണ്. അവർ പ്രാകൃത സ്ത്രീകളല്ല, ഭഗവാൻ മായക്കധീനനായ പ്രാകൃത പുരുഷനുമല്ല. അതുകൊണ്ട് ഗോപികമാരുടെയും ഭഗവാന്റെയും ഈ ലീല ലോകത്തിന് അതീതമായിരിക്കുന്ന പരമാനന്ദാനുഭൂതിയെ ഭക്തന്മാർക്ക് നൽകുവാൻ ചെയ്ത ലീലയാണ്. ഇന്ദ്രിയ അതീന്ദ്രിയമായ ആനന്ദാണ്, പരമാനന്ദാനുഭൂതിയാണ്, അവാച്യമായ അവർണ്ണനീയമായ അനുഭൂതിയാണ്. തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് അവർണ്ണനീയമായ അവാച്യമായ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതായ സച്ചിദാനന്ദത്തിനെ നൽകാൻ ഭഗവാൻ പ്രകാശിപ്പിച്ച ദിവ്യലീലയാണ് രാസക്രീഡ എന്ന് കാണിക്കാനാണ് മനോരഥാന്തം സ്വതയോ യഥാ യയു എന്ന് ശ്രുതിദേവതകളെ തന്നെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഭഗവാൻ യദുകുലത്തിലെ ചന്ദ്രൻ, ശ്രീകൃഷ്ണചന്ദ്രൻ ഐശ്വര്യാദി പരിപൂർണനാണെങ്കിലും ഗോപികമാരുടെ മധ്യത്തിൽ അവർ വിരിച്ച ഉത്തരീയങ്ങളിലിരുന്നു. അവർ നൽകിയതായ താമ്പൂലങ്ങളെ സ്വീകരിച്ചു. ഇങ്ങനെ ആ ഗോപികമാരോട് ദർശന സ്പർശന സല്ലാപങ്ങൾ നടത്തിക്കൊണ്ട് ഭഗവാൻ അവിടെ പ്രകാശിച്ചു. സമാധി എന്ന അവസ്ഥ സിദ്ധിച്ചിരിക്കുന്ന യോഗികളുടെ ഹൃദയകമലത്തില് അന്തര്യാമിത്വ സ്വരൂപേണ പ്രകാശിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഈ ഗോപികമാർക്ക് അധീനൻ എന്നോണം അവർ വിരിച്ച ആ ഉത്തരീയത്തിൽ ഇരുന്നത് അവരുടെ പ്രേമഭക്തിയുടെ പരിശുദ്ധി കൊണ്ടാണ്. എപ്രകാരമാണോ സർവസംഘപരിത്യാഗികളായ മഹർഷീശ്വരന്മാര് അവരുടെ ഹൃദയനൈർമല്യം കൊണ്ട് ഭഗവാനെ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിച്ചത്, അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ നിർമ്മലമായ പരമപ്രേമസ്വരൂപമായ ഭക്തി കൊണ്ട് ഗോപികമാര് ഭഗവാനെ പൂജിച്ചത് കൊണ്ടാണ് അവര് കൊടുത്ത ഇരിപ്പിടത്തിൽ അവർ പറഞ്ഞ സ്ഥാനത്ത് ഭഗവാൻ ഇരുന്നത് എന്നർത്ഥം. അഹം ഭക്തപരാധീന എന്ന വാക്യത്തിനെ ഭഗവാൻ ഇവിടെ കാണിച്ചു തന്നു. അതുകൊണ്ട് സർവസംഘപരിത്യാഗികളായ യോഗീശ്വരന്മാര് അവരുടെ ഹൃദയപത്മത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം വളരെ ക്ലേശിച്ചാണ് അനേക യോഗ മാർഗങ്ങളിലൂടെ സ്വായത്തമാക്കിയ ആ ഭഗവത് സാക്ഷാത്കാരം ഒന്നുമറിയാത്ത ഗോപികമാര് പരമപ്രേമം കൊണ്ട് തന്നെ അനായാസമായിട്ട് സ്വായത്തമാക്കിയപ്പോ, ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ജ്ഞാനികള് യോഗികള് ക്ലേശപൂർണമായിരിക്കുന്ന യോഗസിദ്ധികൾ കൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനെ പ്രാപിക്കുമ്പോൾ ഇവിടെ ഭക്തകളായിരിക്കുന്ന ഗോപികമാര് ഏകാന്തമായ ഭക്തി കൊണ്ട് അനായാസമായിട്ട് എളുപ്പത്തില് ഭഗവത് സാമീപ്യത്തിനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ യോഗേശ്വരന്മാരെക്കാൾ ഗോപികമാര് ഭാഗ്യമുള്ളവരാണ്, ഉയർന്ന തലത്തിലുള്ളവരാണ് എന്നർത്ഥം. ഇത് ഗോപികമാരുടെ ആ അനന്യമായ പരമപ്രേമത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഗോപികമാര് തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഭഗവാനെ എല്ലാവിധ സൽക്കാരങ്ങൾ കൊണ്ട് പൂജിച്ചു. ഭഗവാന്റെ കൈകാലുകൾ തങ്ങളുടെ മടിയിലെടുത്ത് വെച്ച് സൗമ്യമായിട്ട് തലോടി. അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ പ്രണയകോപത്തിനെ പ്രദർശിപ്പിക്കാതെ ഭഗവാന്റെ മുഖത്തേക്ക് കുറെ നേരം നോക്കി നിന്നു അവര്. പിന്നെ കുറെ സ്തോത്രം ചെയ്തു, പിന്നെ മന്ദഹാസം ചെയ്തു ഭഗവാന്റെ നേരെ.
ഇങ്ങനെ പലതരത്തിലുള്ള ചേഷ്ടകൾ അവർ നടത്തി. ഇങ്ങനെ ഗോപികമാര് ഓരോ തരത്തിൽ ശ്രുതയോ യഥ എന്നതിൽ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥമാണ് പറയണത് എന്ന് പറഞ്ഞു. ഗോപികമാര് വേദങ്ങളാണ് അവ കർമ്മകാണ്ഡത്തിൽ നിന്ന് ജ്ഞാനകാണ്ഡത്തിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് പോലെ ഗോപികമാര് ഭഗവാന്റെ സാന്നിധ്യം, സാമീപ്യം, അനുഗ്രഹം അവർ നേടി. അപ്പോൾ ഭഗവാൻ എന്നത് ഈശ്വരനായതുകൊണ്ട്, യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചവനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എവിടെയിരിക്കുന്നോ അതാണ് യോഗീശ്വരന്മാരുടെ ഹൃദയം. ഭഗവാൻ എവിടെ ഇരുന്നാലും ഭഗവത് ഭാവത്തിനും ഈശ്വരഭാവത്തിനും യാതൊരു ഹാനി ഉണ്ടാവില്ല. ഗോപികമാര് മണൽത്തിട്ടയിൽ അവരുടെ ഉത്തരീയമാണ് വിരിച്ചത് എങ്കിൽ ഭഗവാൻ എവിടെയിരിക്കുന്നോ അത് ശ്രേഷ്ഠമായ സ്ഥലം. ഭഗവാൻ എവിടെയിരിക്കുന്നോ അത് യോഗിമാരുടെ സ്ഥലം. അപ്പോൾ അവിടെ ഭഗവാൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഗോപികമാര് യോഗിമാരുടെ നിലയിലേക്ക് എത്തി. ത്രൈലോക്യത്തിലെ ശ്രീത്വം മുഴുവൻ അവിടെ സമന്വയിച്ചു എന്നാണ്. ഭഗവാൻ എവിടെ ഉപവിഷ്ടനാകുന്നുവോ അവിടം യോഗേശ്വരന്മാരുടെ ഹൃദയപത്മത്തിൻ്റെ കർണികയായിട്ട് മാറും. അങ്ങനെ ഗോപികമാരുടെ മേൽമുണ്ടിനും പരസ്പര ബന്ധം കൊണ്ട് ഉത്തരീയം മറയ്ക്കുന്ന ശരീരഭാഗത്തിനും അതുവഴി ഹൃദയത്തിനും, ആ ഹൃദയത്തിൻ്റെ ഉടമകളായ ഗോപികമാർക്കും യോഗേശ്വരന്മാരുടെ പദവി ലഭ്യമായി. ഗോപികമാർ വിരിച്ച ഉത്തരീയത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ എവിടെ ഇരിക്കുന്നോ അത് യോഗീശ്വരന്മാരുടെ ഹൃദയമാണ്. ഗോപികമാരുടെ ഉത്തരീയത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഗോപികമാരുടെ ഉത്തരീയവും അത് മറയ്ക്കുന്ന മാറിടവും യോഗീശ്വരന്മാരുടെ ഹൃദയം പോലെ തന്നെ പരിശുദ്ധമായി തീർന്നു, ആനന്ദ പരിപ്ലുതമായി തീർന്നു എന്നർത്ഥം. ഇങ്ങനെ ഭഗവാൻ ഗോപികമാരാൽ പരിവൃത്തനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഗോപികമാര് ഭഗവാനോട് ചോദിച്ചു ചില ചോദ്യങ്ങൾ. ഭഗവാനെ, ചിലരുടെ സേവയ്ക്ക് നിന്നാൽ ഇങ്ങോട്ടും സേവനങ്ങൾ ചെയ്യും, അങ്ങോട്ട് സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുന്നവരുണ്ട്. ചിലര് അങ്ങോട്ട് സ്നേഹിക്കാത്തവരെ പോലും ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരുണ്ട്. മൂന്നാമത്തെ വിഭാഗമുണ്ട്, അങ്ങോട്ട് സ്നേഹിച്ചാലും സേവനം ചെയ്താലും ശരി, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേ ഇല്ല. എന്താ ഈ ജനങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവം? ഇതൊന്ന്, ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് തരാമോ? അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ, അങ്ങോട്ട് സ്നേഹിക്കാതെ തന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ, അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരുണ്ടല്ലോ ഭഗവാനെ, ഇതെന്താ ഇങ്ങനെ? ഭഗവാൻ പറഞ്ഞു, അങ്ങോട്ട് ഉപകാരം ചെയ്യുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് പ്രത്യുപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയോടെ ചെയ്യുന്നവരാണ്, സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആത്മാർത്ഥതയില്ല, സ്നേഹമോ ധർമ്മമോ ഇല്ലാത്തവരാണ് ഇക്കൂട്ടർ. സ്വന്തം കാര്യം നേടാൻ ചെയ്യണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കൂട്ടരുണ്ട് ഗോപികമാരെ, അങ്ങോട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് ഉപകാരത്തിനെത്തും. അങ്ങോട്ട് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും തിരിച്ച് സ്നേഹിക്കണോ, ഉപകാരം ചെയ്യണോ. അവർ ആത്മാർത്ഥതയുള്ളവരാണ്, മാതാപിതാക്കൾക്ക് തുല്യം സ്നേഹവാത്സല്യമുള്ളവരാണ്, അവർക്ക് യാതൊരു കാപട്യവുമില്ല, അവർ ധർമ്മശീലരാണ്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പരോപകാരാർത്ഥം ഇതം ശരീരം വസന്തവൽ ലോകഹിതം ചരന്തി എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന സജ്ജനങ്ങളും മാതാപിതാക്കളും ഒക്കെ അങ്ങനെയാണ്. അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും അവർ തിരിച്ചിങ്ങോട്ട് ചെയ്യും. അതാണ് സജ്ജനങ്ങളുടെ ലക്ഷണം. ഇനി മൂന്നാമതൊരു വിഭാഗക്കാരുണ്ട്, അങ്ങോട്ട് ഉപകാരം ചെയ്താലും തിരിച്ചിങ്ങോട്ട് പ്രത്യുപകാരം ചെയ്യാത്തവർ. എന്തുപകാരം അങ്ങോട്ട് ചെയ്താലും സേവനം ചെയ്താലും തിരിച്ചിങ്ങോട്ട് ചെയ്യാത്തവർ. അവർ 4 പേരുണ്ട്. ഒന്ന് ആത്മാരാമന്മാർ, അവനവനിൽ തന്നെ തൃപ്തി കണ്ടെത്തുന്നവർ. പിന്നെ രണ്ടാമത്തേത് തനിക്കെല്ലാം ലഭിച്ചു എന്ന് കരുതുന്നവൻ, ആപുതകാമന്മാർ. പിന്നെ മൂന്നാമത്തേത്
കൃതജ്ഞന്മാര്, കൃതജ്ഞത, നന്ദി തീരെ ഇല്ലാത്തവര്. നാലാമത്തേത് ഗുരുദ്രുഹ, ഗുരുക്കന്മാരെ ദ്രോഹിക്കുന്നവര്. ഗുരുക്കളെന്നോണം ആദരണീയരായ വ്യക്തികളോട് അവജ്ഞ കാണിക്കുന്ന കഠിന ഹൃദയര്. ഇങ്ങനെ 4 തരത്തിലാണ് അങ്ങോട്ട് ഉപകാരം ചെയ്താലും തിരിച്ചു ഉപകാരം ചെയ്യാത്തവർ 4 കൂട്ടരുണ്ട്. ആത്മാരാമന്മാര്, ആപദകാമന്മാര്, അകൃതജ്ഞന്മാര്, ഗുരുദ്രോഹന്മാര്. ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ, ഈ 4 പേരിലും പെട്ടവനല്ല ഞാൻ. എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടും ഞാൻ തിരിച്ച് അങ്ങോട്ട് സേവനം ചെയ്യണില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ 4 കൂട്ടരിലും പെട്ടവനല്ല ഞാൻ. എന്നെ ഉപാസിക്കുന്നവർക്ക് ഞാൻ പെട്ടെന്ന് പകരം ചെയ്യാറില്ല, സേവനം ചെയ്യാറില്ല. പരീക്ഷിച്ചിട്ടേ ചെയ്യാറുള്ളൂ. സ്ഥിരതര മനസ എന്ന് പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞതുപോലെ എന്നെ ഉപാസിക്കുന്നവർക്ക് മാത്രമേ, പരീക്ഷിച്ചിട്ട് മാത്രമേ, യം അനുഗൃഹാമി തദ്വിശോ വിധുനോമ്യഹം. ആരാണോ എന്നെ ഭജിക്കുന്നത് അവന്റെ ഭജനത്തിന്റെ തീവ്രത അറിയാൻ, മനസ്സിന്റെ ശുദ്ധി അറിയാൻ ഞാൻ അവനെ പരീക്ഷിക്കാറുണ്ട്. ഉടനെ തന്നെ ഞാൻ ഫലം കൊടുക്കാറില്ല. അത് കൃതജ്ഞത കൊണ്ടല്ല, എന്നെ പറ്റിയുള്ള ചിന്ത പെട്ടെന്ന് വേരറ്റു പോകാണ്ടിരിക്കാനാണ്. ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യുപകാരം ചെയ്താൽ, വരം ഉടനെ കൊടുത്താൽ പിന്നെ അവരെ കാണുകയില്ല. ഉദാഹരണം ഭഗവാൻ പറയണു, ഒരു ദരിദ്രന് ധനം ലഭിച്ചു എന്ന് വിചാരിക്കുക. അതവന് കൈമോശം വന്നാലോ? അവന് ആ ഒരേ ഒരു ആധിയെ ഉണ്ടാവുള്ളൂ, ആ പണത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കും. ഇതുപോലെ മറ്റുള്ളവരുടെ ഉപകാരം സ്വീകരിച്ച് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ പറ്റിയുള്ള ചിന്ത അവനിൽ നിന്ന് വിട്ടുമാറില്ല. പെട്ടെന്ന് ഫലം കൊടുക്കുന്ന ആളല്ല എന്ന ഭൗതികമായ വീക്ഷണം. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആവശ്യമുള്ളത് ഉടനെ കൊടുക്കില്ല. കാരണം ഭഗവത് സ്മരണ നിലനിർത്താനായിട്ടാണ് എന്ന് ഭഗവാൻ പറയണു. ഇത് സുദാമാവിന്റെ ചരിത്രത്തിൽ സുദാമാവിന് മനസ്സിലായി. ഭഗവാനെ കണ്ട് ദ്വാരകയിൽ നിന്ന് തിരിച്ച് ഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് സുദാമാവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈർണമാസ്മരേൽ ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിനാ ദദാത് എന്നൊരു വാക്ക്. എനിക്ക് കണക്കിലധികം സമ്പത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭഗവാനെ ഓർത്തില്ലെങ്കിലോ, ഭഗവാനെ മറന്നുപോയാലോ എന്ന് വിചാരിച്ചായിരിക്കണം ഭഗവാൻ എനിക്ക് സമ്പത്ത് തരാത്തത് എന്ന് സുദാമാവ് ആശ്വസിച്ചതുപോലെ, ചിന്തിച്ചതുപോലെ ഇതാണ് ഭഗവാൻ പറയണത്. എൻ്റെ ഉത്തമ ഭക്തനായ സുദാമാവിന് മനസ്സിലായി, ലോകത്തുള്ള മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവണം. ചോദിച്ച ഉടനെ തന്നെ ഞാൻ വരം കൊടുത്താൽ, അനുഗ്രഹിച്ചാൽ പിന്നെ പൊടിയിട്ട് നോക്കിയാൽ കാണില്ല ആ ഭക്തനെ, എൻ്റെ കാര്യമായില്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ 4 വിഭാഗത്തിലും പെട്ടവരല്ല. എന്നെ ഭജിക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ഞാൻ ഫലം കൊടുക്കാത്തത്, ഫലം കൊടുത്തില്ലെങ്കിൽ നിരന്തരമായിട്ട് അവൻ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭക്തി വർദ്ധിക്കും. ഭഗവാൻ പറഞ്ഞു, ഭവതികൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ലോകാപവാദത്തിനെയും വൈദിക ധർമ്മത്തിനെയും ബന്ധുക്കളെയും ഗൃഹത്തിനെയും പുത്രന്മാരെയും ഭർത്താക്കന്മാരെയും എല്ലാം ഉപേക്ഷിച്ച് സർവാത്മന എന്നെ ആശ്രയിച്ചവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്നിലുള്ള മമതാഭാവം, സ്നേഹം, ആ രതി, ആ താല്പര്യം, ആ ഭക്തി കോട്ടം തട്ടാതെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഒളിച്ചിരുന്നതും നിങ്ങളെ പരീക്ഷിച്ചതും പിന്നീട് നിങ്ങളുടെ മുമ്പിൽ വന്നതും. നിങ്ങളുടെ ഓരോ ചലനവും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഒളിച്ചിരുന്നത്. ഇവിടെ ആചാര്യന്മാർ പറയണു, ഭഗവാന്റെ തിരോധാനമാണ് ഗോപികമാർക്ക് എന്തെന്നില്ലാത്ത ഭക്തി പാരവശ്യത്തിന് വഴിവെച്ചത് എന്നാണ്. അവർ വന്ന ഉടനെ ഭഗവാൻ അവരെ ആനന്ദിപ്പിച്ച് അനുഗ്രഹിച്ച് അധികം വൈകാതെ തന്നെ വീടുകളിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ അവരുടെ ആ ബന്ധം അവിടെ അവസാനിച്ചേനെ. ഭഗവാനെ കാണാതെ ഓരോ നിമിഷവും അവരുടെ തീവ്രമായ പ്രേമഭക്തിക്ക് ഉത്കർഷമുണ്ടാവുകയാണ് ഉണ്ടായത്, വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ആ ഗോപികമാര് അനുനിമിഷം തോറും ആ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഉന്നതമായ പദവിയിലെത്തി.
ശ്രീപാദസേവ ലഭ്യമായിരിക്കുന്ന ഭക്തനും ധ്യാനനിഷ്ഠയിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന യോഗ്യവര്യനും ലഭിക്കുന്നതായ ആത്മാനന്ദം ഇപ്പൊ ഗോപികമാർക്ക് കിട്ടി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ലൗകിക ബന്ധങ്ങൾ അറുത്തെറിഞ്ഞ് നിഷ്കാമമായ ഭക്തിയോടെ നിർമ്മലമായ പ്രേമത്തോടെ എന്നെ ഉപാസിച്ച നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ദേവന്മാരുടെ അത്ര ആയുഷ്കാലം ഉണ്ടെങ്കിൽ പോലും എനിക്ക് സാധിക്കില്ല ഗോപികമാരെ. അത്ര ഉദാത്തമായ പ്രേമമാണ്, സ്നേഹമാണ്, ഭക്തിയാണ് നിങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് എന്നെ ഉപാസിച്ചു എന്ന ആത്മസന്തുഷ്ടി കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടൂ. ഇവിടെ ആചാര്യന്മാർ പറയണു, ഇത്രയധികം ഭക്തി പാരവശ്യത്തോടെ തന്നെ ഉപാസിച്ച ഗോപികമാർക്ക് ഭഗവാൻ നൽകിയത് സ്വയം കൃതാർത്ഥത എന്ന സിദ്ധിയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്നും ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഗോപികമാർക്ക് ഭഗവാൻ നിതാന്തമായ നിത്യമായ ഭക്തിയാണ് പ്രതിഫലം നൽകിയത്. മുക്തി ആർക്ക് വേണമെങ്കിൽ കൊടുക്കും. മുക്തിൻ ദദാതി കർഹജൽ സ്മ ന ഭക്തിയോഗം. പാത്രമറിഞ്ഞ് ഭഗവാൻ ഭക്തി കൊടുക്കുള്ളൂ. ഇവിടെ ഏകാന്ത ഭക്തകളായ ഗോപികമാർക്ക് തന്നെ സ്മരിക്കാൻ പാകത്തിനുള്ള നിത്യമായ ശുദ്ധമായ സത്യമായ ഭക്തി അവിടെ കൊടുത്തു. ഇങ്ങനെ ഭഗവാൻ പറയണു, ദേവദേവനായ ഭഗവാൻ ലോകത്തിൽ ഗോപികമാർക്ക് കൊടുത്തത് ആത്മസംതൃപ്തി അഥവാ നിത്യമായുള്ള ഭക്തിയാണ്. അതാണ് വേണ്ടത് എന്നാണ്. ആ ഗോപികമാര് ചെയ്ത സേവനം ഭഗവാനെ പരമമായ ഭക്തിയോടുകൂടി ഉപാസിച്ചു എന്നുള്ളതാണ്. അതിന് ഭൗതികമായിട്ടുള്ള പ്രതിഫലമില്ല. അപ്പോൾ ആ സേവനം ചെയ്തതിൻ്റെ കൃതാർത്ഥത, ആത്മസന്തുഷ്ടി, നിത്യമായിട്ടുള്ള ഭക്തി, ഇങ്ങനെ ശ്രീകൃഷ്ണ സംസർഗം കൊണ്ട് ലഭിച്ച പരാഭക്തിയുടെ ഫലമായിട്ട് അവക്ക് നിത്യമായിട്ടുള്ള ഭഗവത് സ്മരണ ഉണ്ടായി പരീക്ഷത്തെ എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ ഗോപികമാരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു.